Kulam, kara, kara, kulam, kara, kara, kulam, kara, kara, kulam, kara. Tapu kutambram, tagalu kutambram, tapu budakia, chudalu kutambram, tangidam, tap. I see, you see, we see, Arabian Sea. Kulam, kara, kara, kulam, kara, kara, kulam, kara, kara, kulam, kara. Tapu kutambram, tagalu kutambram, tapu budakia, chudalu kutambram, tangidam, tap. I see, you see, we see, Arabian Sea. Kulam, kara, kara, kulam, kara, kara, kulam, kara, kara, kulam, kara. Tapu kutambram, tagalu kutambram, tapu budakia, chudalu kutambram, tangidam, tap. I see, you see, we see, Arabian Sea. Kulam, kara, kara, kulam. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ വളരെ പാവം മനുഷ്യനാണ്. അദ്ദേഹത്തെ കാണാൻ നിരവധി പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താറുണ്ട്. പലർക്കും പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ പറയാനാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആനമല ജംഗ്ഷനിൽ നിന്നും നമ്മുടെ എലിഞ്ഞപ്പുറത്തുന്നതിനേക്കാൾ മുൻപാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങളുടെ എം എൽ എ വളരെ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹം വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പി ഡബ്ല്യു ഡി നിങ്ങൾ ഞങ്ങളുടെ എം എൽ എയുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ദുരിതമൊരുക്കരുത് എന്ന് മാത്രമാണ് ആദ്യം പറയാനുള്ളത്. നിങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് മറ്റു പല ഇടങ്ങളുമുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ PWD റോഡിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് ന്യായമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എം എൽ എയുടെ വീട്ടിലേക്ക് മാത്രമല്ല, പ്രതാപികളുടെ നാടായിട്ടുള്ള പരിയാരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിയാരത്തിൻ്റെ പ്രതാപത്തിന് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ? പരിയാരത്തിൻ്റെ പ്രതാപം ഇപ്പോൾ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വരട്ട് ചൊറിയേക്കാൾ വികൃതമാണ് ഇപ്പോൾ ആ റോഡ്. ഈ റോഡ് എന്ന് പറയുന്നത് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി കൂടപ്പുഴ കൂടി പ്രതാപികളുടെ നാടായ പരിയാരവും കൂടി അതിലേ കടന്ന് പരിയാരം പഞ്ചായത്തും കോടശ്ശേരി പഞ്ചായത്തും അതിരപ്പള്ളി പഞ്ചായത്തും കൂടി പോകുന്ന മനോഹരമായ അന്തർ സംസ്ഥാന റോഡ്. ആ റോഡിൻ്റെ സ്ഥിതി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? ആ റോട്ടിലെ കുഴികൾ നമ്മൾക്ക് വേണമെങ്കിൽ അത് പല രാജ്യങ്ങളായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. വരട്ട് ചോറ് പോലെ കാണാം. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ടുള്ള കുളങ്ങൾ ആണോ ഇതെന്ന് തോന്നിപ്പോകാം. വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പാച്ച് വർക്കുകളെല്ലാം കഴിഞ്ഞ് ആ റോഡിൻ്റെ സ്ഥിതി കിടക്കുന്നത്. ഒരു വശത്ത് കോൺക്രീറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുഴപ്പം? ഇപ്പോൾ റോഡ് താന്നിരിക്കുകയാണ്. വെള്ളം മുഴുവൻ അതിലെ പോകാതെ ബ്ലോക്കായി പല സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട്. ഇനി റോഡ് പണി ആരംഭിക്കും കുറച്ച് കഴിയുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുവരെ ഈ പറയുന്ന റോട്ടിൽ പല്ലടിച്ച് വീഴുന്നവരും മൂക്കടിച്ച് വീഴുന്നവരെയും തലയടിച്ച് വീഴുന്നവരുടെയും ചികിത്സാ ചെലവുകൾ ആര് വഹിക്കും? PWD ആര് വഹിക്കും? ഇപ്പോൾ അവിടുത്തെ സ്ഥിതി കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാട്ടുകാർക്ക് കുറച്ചുകൂടി മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തി വലുതാക്കി അതിൻ്റെ വരുമാനം കൊണ്ട് ചികിത്സാ ചെലവ് നടത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങളിത് കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് കാലത്ത് 2 പേർ അവിടെ വീണിട്ടുണ്ട്. ഒന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനാണ് വീണിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരാളുടെ പേര് കിട്ടിയിട്ടില്ല. ആളുകൾ ഈ റോഡിനെ ചങ്കോട് ചേർത്ത് വയ്ക്കുകയാണ്. ചാക്കിട്ട് മൂടിയും ചില സ്ഥലങ്ങളിൽ വാഴ വയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ റോഡിൽ ഓരോ സ്ഥലങ്ങളും കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയോ ലിബറൽ ആർട്ടിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നവലിബറൽ ആർട്ടിസ്റ്റുകളെക്കാൾ വെല്ലുന്ന രീതിയിലാണ് ഇതിലെ കുഴികൾ ഓരോന്നായിട്ട് അടുക്കിപ്പറിക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് പ്രിയപ്പെട്ട പരിയാരത്തിൻ്റെ പ്രതാപം ഇപ്പോൾ റോഡിൽ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഉണരൂ. പരിയാരത്തിന് ആരാണ് ഉണരാനുള്ളതെന്ന് എനിക്കറിയില്ല. പരിയാരത്ത് ഇപ്പോൾ ഉണരുകയല്ല, എല്ലാവരും വീഴുകയാണ്. ഈ റോട്ടിലൂടെ പോകുന്ന ആളുകൾക്ക് ഇത്രമാത്രം ദുരിതം സമ്മാനിക്കുന്ന സംവിധാനങ്ങൾക്ക് മുന്നിൽ നമോഭാഗം. ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ എം എൽ എയുടെ വീട്ടിലേക്ക് വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങൾ ദുരിതം സമ്മാനിക്കരുത് പ്രിയപ്പെട്ട PWD. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പേർക്ക് വരാനുള്ളതാണ്. ആ റോഡാണ് കിടക്കുന്നത്. എന്തൊരു കഷ്ടമാണ് PWD നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അങ്ങ് ആകാശങ്ങളിൽ ഒരാൾ ദൈവം. നിങ്ങൾക്കതിനുള്ള ശിക്ഷ ലഭിക്കും. ഈ ശാപങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും എൻ്റെ പ്രിയപ്പെട്ട PWD? വളരെ കഷ്ടം, അതിദയനീയമായ സ്ഥിതി. ഒരു ദിവസം അതിലൂടെ വണ്ടി ഓടിച്ച് പോയപ്പോൾ എനിക്കും കിട്ടി നല്ലൊരു പണി. ഏത് സമയത്താണ് തണ്ടൽ വിളങ്ങണമെന്ന് പറയാൻ പറ്റില്ല. അമ്മാതിരിയുള്ള ഈ വരട്ട് ചൊറി പോലെ ഇരിക്കുന്ന ഈ ഗർത്തങ്ങൾ, അതിൻ്റെ മനോഹാരിത നമ്മുടെ തന്നെ ഒരു ഫോളോവർ, പരിയാരത്തെ തന്നെ ഒരു ഒട്ടും പ്രതാപം കുറയാത്ത ഒരു ഫോളോവർ എനിക്കത് എടുത്തു തന്നു. തുടർച്ചയായിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പല്ലടിച്ചു വീഴാനും ആശുപത്രി കയറാനുമുള്ള അവസരം ഒരുക്കി, അതുമാത്രമല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കി തരുന്ന ഈ സംവിധാനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാൻ നിങ്ങൾ അമാന്തിച്ച് നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
എല്ലാവരും കൂടിയിട്ട് ഈ പരിഹാരം വരെ ഒരു മനുഷ്യച്ചങ്ങല പോലെ നിൽക്കേണ്ടതാണ്. ഇമാതിരി പണികൾ കാലത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. റോഡിൻ്റെ പണി ഇപ്പോൾ വരും, റോഡിൻ്റെ പണി വരുമായിരിക്കും, പക്ഷെ അതുവരെ എന്തോരോ വക കഷ്ടമേ കഷ്ടം. തീർച്ചയായിട്ടും പ്രതാപികളെ, നിങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വാഴ വെച്ചാലും ചാക്കിട്ട് മൂടി സ്നേഹിച്ചാലും ഒന്നും ഈ റോഡിനെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സംവിധാനങ്ങൾ കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ ദുഃഖമുള്ളത് നമ്മുടെ MLA യുടെ വീട്ടിലേക്ക് പോകാൻ ഇപ്പോഴും ആളുകൾ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സനീഷേട്ടാ, PWD ആണ് ഇതിൽ വില്ലൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ എല്ലാ റോഡുകളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ശിരീരി, സ്തോത്രം. നന്ദി, നമസ്കാരം.